അടുത്ത ഒളിമ്പിക്സ് വരുമോ എന്നൊക്കെയാണ് അറിയേണ്ടത്. ഏതായാലും ഇതാ അവിടെ NDA വരുമ്പോൾ ഇവിടെ കേരളത്തിൽ ഇതാ നേതാക്കൾ നേരത്തെ കാളിദാസ് പറഞ്ഞതുപോലെ കേരളത്തിൽ 2010 ആവർത്തിക്കുന്നു. ഇതാ കേരളത്തിൽ UDFന്റെ തരംഗം കൈപിടിച്ച അടിത്തട്ട് മുതൽ മുകൾ തട്ട് വരെ UDFനൊപ്പം നിൽക്കുന്നു രാഷ്ട്രീയ കേരളം എന്നുള്ളതാണ് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച. അവിടെ പല കോട്ടകളും തകർത്തുകൊണ്ടാണ് UDFന്റെ മുന്നേറ്റം എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പല ചരിത്രങ്ങളും ഇവിടെ തിരുത്തി എഴുതപ്പെടുന്നു. നമ്മളുടെ മായാവി വളരെ വൈറലായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. കൂത്താട്ടുകുളം നഗരസഭയിലെ മായാവി സോഷ്യൽ മീഡിയയിൽ അടക്കമുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. അവരിപ്പോൾ തോറ്റു എന്നുള്ളൊരു വാർത്ത കൂടി വരുന്നുണ്ട്. പ്രേക്ഷകരുടെ അറിവിലേക്കായി പറഞ്ഞതാണ്. ഏതായാലും ഇപ്പോഴും ഇതാ പഞ്ചായത്തുകളിൽ 453 ബഹുദൂരം പഞ്ചായത്തുകളിൽ മുന്നിലാണ് UDF എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. 4 കോർപ്പറേഷനുകൾ ഉണ്ട്. പാലക്കാട്, അട്ടപ്പാടി, പുതൂർ പഞ്ചായത്ത് LDFൽ നിന്ന് NDA പിടിച്ചെടുത്തിരിക്കുന്നു. അട്ടപ്പാടി പൂതൂർ ഗ്രാമപഞ്ചായത്ത് അവിടെ LDF ഭരിച്ചെടുത്ത് NDA പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുന്നത്തൂർ മേൽവാർഡിൽ കോൺഗ്രസ് ജയം 8 വോട്ടിന്. അപ്പോൾ ആ ഒരു വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആവാം എന്ന് വേണമെങ്കിൽ പറയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ടെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിൽ വന്ന് വോട്ട് ചെയ്ത പാലക്കാട് കുന്നത്തൂർ മേൽവാർഡിൽ 8 വോട്ടുകൾക്ക് കോൺഗ്രസ് ജയിച്ചിരിക്കുന്നു. അപ്പോൾ അതിലൊരു വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാകാം എന്നുകൂടി നമുക്ക് പറയാൻ കഴിയും. ആലപ്പുഴ നീലംപേരൂർ പഞ്ചായത്തിൽ CPIMന് ജില്ലാ കമ്മിറ്റി അംഗം G ഉണ്ണികൃഷ്ണൻ തോറ്റു. അവിടെ CPIM ജില്ലാ കമ്മിറ്റി അംഗം നീലംപേരൂർ പഞ്ചായത്തിൽ തോറ്റു എന്നുള്ളതാണ്. പത്തനംതിട്ട ജില്ലയിൽ 8 ബ്ലോക്ക് പഞ്ചായത്തുകളിലും UDFന്റെ ആധിപത്യമാണുള്ളത്. പത്തനംതിട്ടയിലെ 8 ബ്ലോക്ക് പഞ്ചായത്തിലും UDFന്റെ ആധിപത്യം. പാലക്കാട് തൃത്താല പഞ്ചായത്ത് UDF തിരിച്ചു പിടിച്ചു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എഫക്ട് ഒന്നും അവിടെയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. രീതിയിലോ പ്രതിഫലിച്ചിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ ഫലം വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ തിരുവനന്തപുരത്തെ കോർപ്പറേഷന്റെ ആ ജയം അല്ലെങ്കിൽ ആധിപത്യം എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ BJP സംബന്ധിച്ച് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള സാധ്യതയെല്ലാം ഉണ്ട് ഈ ഘട്ടത്തിൽ. ഒരു സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ്. ആ ഒരു സംസ്ഥാനത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് അത് വളരെ നിർണായകമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ്. പ്രത്യേകിച്ച് കേരളം BJPയെ സംബന്ധിച്ചൊരു കിട്ടാക്കനിയാണ്. തൃശ്ശൂരിൽ ഒരു സീറ്റ് കിട്ടി, നേമത്ത് കിട്ടിയ സീറ്റ് നഷ്ടപ്പെട്ടു. പക്ഷെ തൃശ്ശൂരിൽ ഒരു സീറ്റ് ഒഴിച്ചാൽ മറ്റൊരു ചലനവും അവർക്ക് ഉണ്ടാക്കാൻ കഴിയാത്തിടത്താണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന ആ സ്ഥലത്ത് അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇത്രയും വലിയൊരു മുന്നേറ്റം ഒരുപക്ഷെ ആരും പ്രതീക്ഷിച്ച് കാണില്ല. ഇതാ 50ലേക്ക് എടുക്കുന്നു. അതിൽ 101ൽ 50 സീറ്റുകളിലേക്ക് BJP അടുക്കുന്നു എന്നുള്ളതാണ്. ഇനി കുറച്ച് മാത്രമാണ് അവിടെ ഉള്ളത്. വലിയൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ ആ നഗരമേഖലയിൽ പ്രത്യേകിച്ച് ആ BJPക്ക് അനുകൂലമായ വോട്ടുകളുണ്ട്. ഒരുപക്ഷെ അത് ശബരിമല വിഷയമടക്കം അവർക്ക് ഗുണം ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് എന്നുള്ളതാണ്. ബാക്കിയിടങ്ങളിലൊക്കെ അതോടൊപ്പം തന്നെ ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന നേതാവ് ഒരു സംസ്ഥാന അധ്യക്ഷനായി വരുന്നൊരു സാഹചര്യം, ഇതെല്ലാം തന്നെ രാജീവ് ചന്ദ്രശേഖർ എന്ന നേതാവിന്റെ ഒരു കരുത്തും കൂടെ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ അടക്കം നമ്മൾ മുകൾ തട്ടിൽ വലിയ പ്രചരണം കണ്ടില്ലായിരുന്നെങ്കിലും അടിത്തട്ടിലൊക്കെ വലിയ പ്രചരണം അവിടെ നടത്തിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്കൊക്കെ വലിയ പിന്തുണ അല്ലെങ്കിൽ വലിയ ശ്രദ്ധയൊക്കെ കിട്ടിയപ്പോഴും അവിടെ BJPയുടെ പ്രവർത്തനം ഏത് തരത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. നമ്മൾ ഓർക്കണം, വോട്ടിംഗ് കഴിഞ്ഞപ്പോൾ രാജീവ് ചന്ദ്രശേഖരനോട് മാധ്യമങ്ങൾ ചോദിച്ചു എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഇപ്പോഴൊന്നും പറയുന്നില്ല, 13-ാം തീയതി വൈകിട്ട് പറയാമെന്നുള്ളതാണ്. ഏതായാലും ഫുൾ കോൺഫിഡൻസോട് കൂടിയായിരിക്കും. ബാക്കിയിടങ്ങളിലൊക്കെ തിരിച്ചടി നേരിട്ടെങ്കിലും രാജീവ് ചന്ദ്രശേഖരന്റെ നേരിട്ടുള്ള നേതൃത്വത്തിലാണ് കോർപ്പറേഷനിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടന്നത്. അവിടെ അതുകൊണ്ട് തന്നെ വലിയ വിജയം. അത് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്നതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് വലിയൊരു ക്രെഡിറ്റ് തന്നെയാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം എന്ന് പറയാൻ കഴിയും. അതേസമയം UDFന്റെ വിജയം നമുക്ക് ഒരു തരത്തിലും തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. കാരണം കോട്ടകൾ പലതും തകർത്ത UDF വൻ മുന്നേറ്റം നടത്തുന്നു. 500ലേക്ക് 454 ഗ്രാമപഞ്ചായത്തുകളിൽ UDF മുന്നേറ്റി നിൽക്കുന്നു. 375 LDF, 27 NDA, മറ്റുള്ളവർ 8 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ UDFനാണ് മുന്നേറ്റം. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിൽ മുന്നേറ്റം, ജില്ലാ പഞ്ചായത്തുകളിൽ മുന്നേറ്റം, കോർപ്പറേഷനുകളിൽ മുന്നേറ്റം, അങ്ങനെ എല്ലാ സമസ്ത മേഖലകളിലും
എല്ലാ തരത്തിലും വലിയൊരു മുന്നേറ്റം ആ UDF കാഴ്ചവെക്കാൻ കഴിഞ്ഞു. ഞാൻ ഓർക്കുന്നു ഈ കൊച്ചിയെ സംബന്ധിച്ച് അവിടെ പ്രതിപക്ഷ നേതാവ് നേരിട്ട് കളത്തിലിറങ്ങുന്ന സാഹചര്യം, വാർത്താ സമ്മേളനം വിളിക്കുന്ന ആ രീതിയിൽ കൃത്യമായി നിർദ്ദേശം കൊടുക്കുന്നു. ആ തലത്തിൽ കൂട്ടായ ഒരു ഏകോപനം, ഒരു പ്രവർത്തനമെല്ലാം തന്നെ ഇക്കുറി UDF ഭാഗത്തു നിന്നുണ്ടായി. എന്നാലും ആ രീതിയിൽ വലിയ തർക്കങ്ങളൊന്നും ഉണ്ടായില്ല. ചില വിവിധ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടായെങ്കിൽ അതെല്ലാം പരിഹരിച്ച് അതൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കാത്ത തരത്തിൽ പരിഹരിച്ച് കൊണ്ടുപോകാനായി UDF കഴിഞ്ഞു എന്ന് തന്നെയാണ് പറയേണ്ടത്. കൂടാതെ വലിയ ആത്മവിശ്വാസം എല്ലാ തലത്തിലും ഉണ്ട് എന്നതാണ് പറയേണ്ട ഒരു കാര്യം. എന്തായാലും ആ രീതിയിൽ UDF സംബന്ധിച്ച് വ്യക്തമായ മേൽക്കൈ, വ്യക്തമായ നേട്ടം ഉണ്ടായി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിടെ NDAക്ക് വ്യക്തമായ ആധിപത്യം, അവർ തന്നെ അവിടെ ഭരിക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. 90 ഡിവിഷനുകളാണ് എണ്ണിക്കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇനി ബാക്കി ഇടങ്ങളിലും കൂടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതെന്നാണ് പറയുന്നത്. ഏതായാലും വോട്ടെണ്ണൽ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ എല്ലായിടങ്ങളിലും, എല്ലാ മേഖലകളിലും, അതായത് ഗ്രാമപഞ്ചായത്ത് ആവട്ടെ, ബ്ലോക്ക് പഞ്ചായത്ത് ആവട്ടെ, ജില്ലാ പഞ്ചായത്ത് ആവട്ടെ, മുനിസിപ്പാലിറ്റി ആവട്ടെ, കോർപ്പറേഷൻ ആവട്ടെ, ഇവിടെ എല്ലായിടത്തും UDF തരംഗം, UDF അവിടെ വ്യക്തമായ ആധിപത്യം നേടി ആ രീതിയിൽ മികച്ച മുന്നേറ്റം UDF ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. എന്തായാലും ഗ്രാമപഞ്ചായത്തിൽ അടക്കം LDF വലിയ ഒരു കിതപ്പുണ്ടായിരിക്കുന്നു, അടിപതറിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരിക്കൽ പോലും ഈ രീതിയിലുള്ള ഒരു തിരിച്ചടി ഒരിക്കൽ പോലും LDF പ്രതീക്ഷിച്ചിട്ടില്ല. ആ രീതിയിൽ തന്നെയാണ് കാണേണ്ടത്. അപ്രതീക്ഷിതമായ മുന്നേറ്റം എന്ന രീതിയിൽ തന്നെ UDF കുതിപ്പിനെ നമ്മൾ കാണണം. ആ രീതിയിലാണ് ഉള്ളത്. എന്തായാലും വലിയ ഒരു മുന്നേറ്റം ഉണ്ടാവുന്നു. കൂടാതെ മന്ത്രി VN വാസവന്റെ, കോട്ടയം പാമ്പാടി പഞ്ചായത്തിലെ മന്ത്രി VN വാസവന്റെ ആ പഞ്ചായത്ത്, അവിടെ UDF വിജയം. കോട്ടയത്ത് ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും നഗരസഭയിലും ജില്ലാ പഞ്ചായത്തിലും എല്ലാം തന്നെ UDF ഒരു മുന്നേറ്റമാണത്. കേരള കോൺഗ്രസ് LDF ചേർന്നതിന് ശേഷം വലിയ രീതിയിൽ ചില ഇടങ്ങളെല്ലാം തന്നെ പിടിച്ചെടുക്കാനായി LDF കഴിഞ്ഞിരുന്നു. പക്ഷേ അവിടെയെല്ലാം തന്നെ ഒരു തിരിച്ചടി ഇക്കുറി ഉണ്ടായെന്നതാണ് പറയുന്നത്. ചെറുപ്പുളശ്ശേരി നഗരസഭയിൽ LDF ഭരണ തുടർച്ച എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. കൂടാതെ UDF ചാലക്കുടി നഗരസഭ നിലനിർത്തുന്നു. കൊല്ലം തെന്മല പഞ്ചായത്ത് ഭരണം LDF കിട്ടിയിരിക്കുന്നു. ശബരിമലയിൽ വലിയ സ്വർണ്ണക്കൊള്ളയിൽ ജയിലിലായ CPIM നേതാവ് പത്മകുമാറിന്റെ വാർഡിൽ അവിടെ BJP ജയിച്ചിരിക്കുന്നു. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും തൃശ്ശൂർ കോർപ്പറേഷൻ UDF പിടിച്ച്